ഇനിയിപ്പോൾ ഓണക്കാലമാണ്, സ്ഥിരം പത്രത്തിൽ വരുന്ന ഒരു ഫ്രണ്ട് പേജിൽ തന്നെ പ്രമുഖമായിട്ടുള്ള ചില ഷോപ്പുകളുടെ പരസ്യങ്ങൾ വരാറുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പേജിൽ നിറയെ അവർ പരസ്യം കൊടുത്തിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വാർത്ത വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഓണക്കാലത്ത് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണിലെല്ലാം ഇതുപോലെ പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്. ഫ്രണ്ട് പേജിൽ തന്നെ ഓരോ സാധനത്തിന് വില കുറവാണ്, അല്ലെങ്കിൽ അത് അവരുടെ കടകളുടെ ഓഫറാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് 32 ഇഞ്ച് ടി വി ഒക്കെ 5500 രൂപ മുതൽ വാങ്ങാൻ കിട്ടും എന്നുള്ളൊരു പരസ്യം നമ്മൾ കാണാറുണ്ട്. ഇതും പിടിച്ചുകൊണ്ട് നമ്മൾ നേരെ കട തുറക്കുന്നതിന് മുന്നേ ചെന്ന് കഴിഞ്ഞാലും അവർ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗുണ്ട്. അത് നമ്മൾ മുന്നേയൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഇനി അതിന് മാറ്റം വന്നിട്ടുണ്ടാവോ ഇല്ലെന്ന് അറിയില്ല, എങ്കിലും നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ ഒരു ടി വി വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളോട് കടക്കാരൻ അല്ലെങ്കിൽ സെയിൽസ്മാൻ പറയുന്ന ഒരു ഡയലോഗായിരിക്കും, ഇപ്പോൾ അത് സ്റ്റോക്കില്ല, അതിൻ്റെ തൊട്ടടുത്ത മോഡലായിട്ടുള്ള 9,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 10,000 രൂപയ്ക്കോ ഉള്ള ടി വിയാണ് ഇപ്പം നിലവിലുള്ളത്, അത് കുറച്ചും കൂടെ കൊള്ളാം എന്നുള്ളൊരു ഡയലോഗായിരിക്കും ചിലപ്പോൾ അവർ നിങ്ങളോട് പറയുന്നത്. സ്ഥിരം 5500 ടി വി വരുന്നുണ്ട്, ഇല്ല എന്നല്ല. റീഫർബിഷ്ഡ് പാനൽ അങ്ങനെ വാങ്ങിച്ച കുറച്ച് കസ്റ്റമർക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. വാറണ്ടി ഉണ്ട്, വാറണ്ടി കിട്ടും എങ്കിലും പക്ഷേ അത് അവർക്ക് കമ്പനിയിലോട്ട് അയച്ചു കൊടുക്കണം, ടി വി അയച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ പോളിസീസ് വരുന്നുണ്ട്. വീട്ടിൽ വന്ന് സർവീസ് ചെയ്യില്ല, കമ്പനിയിൽ അയച്ചു കൊടുത്താൽ, കൊറിയർ അയച്ചു കൊടുത്താൽ, ഇപ്പം ചിലപ്പോൾ ചെന്നൈയിലായിരിക്കും അവരുടെ ഓഫീസുള്ളത്, അങ്ങനെ അയച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡുള്ള കുറച്ച് തട്ടിപ്പ് ബ്രാൻഡുകൾ വരുന്നുണ്ട്. അപ്പം അതും കൂടെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ, ടി വി വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പം നല്ല ബ്രാൻഡുകൾ ഏതാണ് എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കിയേക്കുക. ഇതുപോലെ വില കുറഞ്ഞ ടി വികൾ വാങ്ങാതെ അത്യാവശ്യം നല്ല ഒരു നമുക്ക് കേട്ടുകേൾവി പരിചയമുള്ള ശക്തിമാൻ എന്നും ഡിങ്കൻ എന്നൊക്കെ പേരുള്ള ടി വികൾ വാങ്ങാതിരിക്കുക. ഇംപെക്സ് മുതൽ അങ്ങോട്ട്, ഇംപെക്സ് ഒക്കെ ഒരുവിധം നല്ല ബ്രാൻഡാണ്. എനിക്കിതിന് ഇംപെക്സ് എന്ന് പറയുന്നതിന് കാശൊന്നും തന്നിട്ടില്ല. നമുക്കിവിടെ സ്ഥിരം എല്ലാ ബ്രാൻഡുകളുടെ ടി വി നമുക്കിവിടെ സർവീസ് സെന്ററിൽ ശരിയാക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ടി വി എന്ന് പറയുമ്പോൾ, കണ്ടതിൽ ഏറ്റവും നല്ല ടി വി എന്ന് പറയുന്നത്, പിക്ചർ ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ടി വി TCLന്റെ ടി വി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഏത് ടി വി വാങ്ങിച്ചാലും ഞാനിപ്പോൾ പറയുന്ന ടി വി നിങ്ങൾ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ കംപ്ലൈൻറ്റ് വന്നെന്നിരിക്കാം. എല്ലാ ബ്രാൻഡുകളുടെ ടി വിക്കും കംപ്ലൈൻറ്റ് വരാറുണ്ട് സ്വാഭാവികമായിട്ടും. എല്ലാ ബ്രാൻഡുകളും ഇപ്പം സാംസങ്ങിന്റെ ടി വി ആണെന്നുണ്ടെങ്കിൽ സാംസങ്ങിന്റെ ടി വി നല്ലതാണെന്ന് ഇപ്പം കമന്റായിട്ട് പലരും പറയുന്നുണ്ടായിരിക്കും. ഞാൻ ഇന്ന ടി വിയാണ് വാങ്ങിച്ചത്, അത് 12 വർഷമായി, ഇതുവരെ ഒരു കേടില്ല. എല്ലാവരുടെ വീട്ടിലിരിക്കുന്ന ടി വിയിൽ കംപ്ലൈൻറ്റ് വരണം എന്നില്ല, കംപ്ലൈൻറ്റ് വരാതിരിക്കാം. പക്ഷേ സാംസങ്ങിന്റെ ടി വി ഇപ്പം നല്ലതാണെന്ന് ഒരാൾ പറയുകയാണ്. സാംസങ്ങിന്റെ സർവീസ് സെന്ററിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അവരുടെ ബ്രാൻഡിലുള്ള ടി വികൾ ഒരു ലോഡ് ടി വികളാണ്. അപ്പോൾ അതെല്ലാം കംപ്ലൈന്റ് ആയിട്ട് വന്നിരിക്കുന്ന ടി വികളാണ്. സർവീസ് സെന്ററിൽ ഒരിക്കലും പുതിയ ടി വി ഇരിക്കില്ല, കംപ്ലൈന്റ് ആയിട്ട് വന്ന ടി വികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ LGയിലും പാനസോണിക്കിലായാലും സോണിയിലായാലും എല്ലായിടത്തും ഇതേ അവസ്ഥ തന്നെയാണ്. കംപ്ലൈന്റ് ടി വികൾക്ക് സ്വാഭാവികമായിട്ടും വരാം. സ്റ്റെബിലൈസർ വെച്ചിട്ടും കംപ്ലൈന്റ് വന്നു എന്നുള്ള ഒരു ഇതും വരുന്നുണ്ട്. സ്റ്റെബിലൈസർ എന്ന് പറയുന്ന സാധനം ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണ്, അതിനും കംപ്ലൈന്റ് എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുവഴി ടി വി കംപ്ലൈന്റ് വരാം, കേബിൾ വഴിയൊക്കെ കംപ്ലൈന്റ് വരാം. കംപ്ലൈന്റ് സ്വാഭാവികമായിട്ടും വരുന്നത് തന്നെയാണ്. എങ്കിലും നമ്മൾ സൂക്ഷിക്കുന്നത്, കണ്ടു കഴിഞ്ഞിട്ട് പ്ലഗ് ഓഫ് ചെയ്യുക, ഊരിയിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേബിൾ കണക്ഷനൊക്കെ ഊരിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കംപ്ലൈന്റുകൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.